നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. LDFിൽ അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് RJD പറഞ്ഞ തിരുത്തലുകൾക്ക് മുന്നണി തയ്യാറായിട്ടില്ല. പാർട്ടിയിൽ നേതൃമാറ്റം സംബന്ധിച്ച ചർച്ച നടക്കുമെന്നും ശ്രേയാംസ് കുമാർ. തൃശൂർ മേയർ MK വർഗീസിനെ ബഹിഷ്കരിച്ച് CPI. കോർപ്പറേഷന്റെ വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങിൽ നിന്ന് P ബാലചന്ദ്രൻ MLAയും 4 CPI കൗൺസിലർമാരും വിട്ടുനിന്നു. CPI നേതാക്കൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നറിയില്ലെന്നും പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നതെന്നും MK വർഗീസ്. മൾട്ടിനാഷണൽ കമ്പനികളുടെ കടന്നുകയറ്റം എല്ലാ മേഖലകൾക്കും ഭീഷണിയെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. രാജ്യത്ത് ഭൂമി മുഴുവൻ കോർപ്പറേറ്റുകൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി. പാലക്കാട്ട് സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. കേരളത്തിലെ വിദ്യാഭ്യാസം ഇന്ത്യക്ക് മാതൃകയെന്ന് ആവർത്തിച്ച് മന്ത്രി MP രാജേഷ്. നാടിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തെ താഴ്ത്തിക്കെട്ടാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്ന ശ്രമം നിർഭാഗ്യകരമെന്നും മന്ത്രി. ഒറ്റപ്പാലത്ത് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ വിജയോത്സവം 2024. മലമ്പുഴ ഉദ്യാനത്തിലെ HR തൊഴിലാളികളെ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ പിരിച്ചുവിടാനുള്ള നീക്കം അപലപനീയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉദ്യാനത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാനും തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നീക്കത്തിൽ ഇടപെടാനും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പ്രതിപക്ഷ നേതാവിന് നിവേദനം നൽകി. പ്രശ്നങ്ങൾക്കുടൻ പരിഹാരം കണ്ടെത്താമെന്ന് തൊഴിലാളികൾക്ക് VD സതീശന്റെ ഉറപ്പ്. തൃത്താല മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ വെള്ളിയാങ്കല്ലിൽ മറ്റൊരു ടൂറിസം വികസന പദ്ധതിക്ക് കൂടി ഭരണാനുമതി. വെള്ളിയാങ്കല്ല് പാഞ്ചേരിപ്പറമ്പിൽ നടപ്പാക്കുക 4 കോടിയുടെ പദ്ധതി. പദ്ധതി തയ്യാറാക്കിയത് തൃത്താല MLA കൂടിയായ മന്ത്രി MP രാജേഷിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. വാർത്തകൾ വിശദമായി. LDFിൽ അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി ഇപ്പോഴുമുണ്ടെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് RJD പറഞ്ഞ തിരുത്തലുകൾക്ക് LDF തയ്യാറാകാതിരുന്നതിൽ അതൃപ്തിയുണ്ടെന്നും ശ്രേയാംസ് കുമാർ പറഞ്ഞു. LDFിൽ പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി മുന്നണിയെ നേരത്തെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് തിരുത്തൽ നിർദ്ദേശങ്ങൾ RJD മുന്നോട്ട് വച്ചിരുന്നു. ഇക്കാര്യത്തിലും ഒരു പരിഗണനയും ഉണ്ടായില്ല. പാർട്ടിയിൽ നേതൃമാറ്റം സംബന്ധിച്ച ചർച്ച നടക്കും. എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ടെന്നും ശ്രേയാംസ് കുമാർ പറഞ്ഞു. ഇതെന്താ ഇതിങ്ങനെ അത്ര ലാഘവത്തോടുകൂടി ചോദിക്കുന്നത്? ആ പരാതിയുണ്ട്. അത് ബോധ്യപ്പെടുത്തുന്നവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ സമയം വരുമ്പോൾ അവർ പരിഗണിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ RJD മുന്നോട്ട് വെച്ച തിരുത്തലുകൾ, എന്തെങ്കിലും തിരുത്തലുകൾ അങ്ങനെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്? കഴിഞ്ഞ കമ്മിറ്റിയിൽ പറഞ്ഞാണല്ലോ. അല്ല, LDF അതിൻ്റെ സമീപനം LDF പിന്നെ കൂടിയിട്ടില്ല. കഴിഞ്ഞ കമ്മിറ്റിയിൽ നമ്മൾ കൃത്യം ഞങ്ങളെ തെരഞ്ഞെടുപ്പിൽ അവരോടും പറഞ്ഞാണ്. ഇപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ മേയർ MK വർഗീസിനെ ബഹിഷ്കരിച്ച് CPI. കോർപ്പറേഷന്റെ വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങിൽ നിന്ന് P ബാലചന്ദ്രൻ MLAയും 4 CPI കൗൺസിലർമാരും വിട്ടുനിന്നു. CPI നേതാക്കൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നറിയില്ലെന്നും പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നതെന്നും MK വർഗീസ് പ്രതികരിച്ചു. MM വർഗീസിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് CPI. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന VS സുനിൽകുമാറിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് കോർപ്പറേഷൻ സംഘടിപ്പിച്ച പരിപാടി CPI നേതാക്കൾ ബഹിഷ്കരിച്ചത്. കോർപ്പറേഷന്റെ വിദ്യാഭ്യാസ അവാർഡ്ദാന ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു P ബാലേന്ദ്രൻ MLA. അദ്ദേഹത്തിന് പുറമെ 4 CPI കൗൺസിലർമാരും പരിപാടിയിൽ നിന്ന് പിന്മാറി. ബഹിഷ്കരണത്തെക്കുറിച്ച് അറിയില്ലെന്ന മേയർ MK വർഗീസ്. ഈ വിഷയത്തിൽ എനിക്കറിയില്ല. അവരൊക്കെ വിളിച്ചിട്ടുണ്ട്, എല്ലാവരും വരുന്നതന്നെ പറഞ്ഞത്. എന്താണെന്ന് അറിയില്ല, വല്ല അസുഖമുണ്ടോന്ന് അറിയില്ല. അസുഖമുണ്ടോ? MK വർഗീസ് മേയർ സ്ഥാനം ഒഴിയണമെന്നാണ് CPIയുടെ ആവശ്യം. അടിക്കടി സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്ന മേയറെ നിയന്ത്രിക്കാൻ CPIM പരാജയപ്പെട്ടെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. അതേസമയം ബഹിഷ്കരണത്തെക്കുറിച്ച് CPI ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. മേയർക്കെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ നിസ്സഹകരണം തുടരുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മൾട്ടിനാഷണൽ കമ്പനികളുടെ കടന്നുകയറ്റം എല്ലാ മേഖലയിലുമുള്ള സാധാരണക്കാരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അദാനി അംബാനിമാരുടെ 3 ലക്ഷം കോടി എഴുതിത്തള്ളിയത് സമൂഹത്തിലോ രാഷ്ട്രീയക്കാരുടെ ഇടയിലോ പത്രക്കാർക്കിടയിലോ ചർച്ചയായില്ല. സാഹോദര്യം, സമത്വം എന്നിവയോടൊപ്പം ഭരണഘടനയിൽ സോഷ്യലിസവും എഴുതി പിടിപ്പിച്ചു. സോഷ്യൽ മീഡിയയുടെ വരവ് ഫ്ലക്സ് പ്രിന്റിംഗ് മേഖലയെ തകർത്തു. പരിസ്ഥിതി സംരക്ഷണം പറഞ്ഞ ഫ്ലക്സുകൾ നിയന്ത്രിച്ചെങ്കിലും കോർപ്പറേറ്റ് കമ്പനികൾ മറ്റൊരു പേരിൽ തുടങ്ങിയാൽ ആരും ഒന്നും മിണ്ടില്ല.
ഭൂമി മുഴുവനും കോർപ്പറേറ്റുകൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കൈയടക്കി ഇപ്പോൾ സോളാർ വെച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. അംബാനി അദാനി മിത്തലിന് 3 ലക്ഷം കോടി എഴുതിത്തള്ളിയാണ്. ഇതൊന്നും സമൂഹത്തിലോ ഞങ്ങളുടെ രാഷ്ട്രീയക്കാർക്കിടയിലോ ചർച്ച ചെയ്യില്ലാതെ ഇപ്പോ നമ്മുടെ ഭരണഘടനയിൽ സമത്വം, സാഹോദര്യം, അത് പോരാതെ സോഷ്യലിസം കൂടി എഴുതിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി ഇപ്പോ അഡാന്റെ ഒരു ദിവസത്തെ വരുമാനത്തോടെ 1600 കോടിയാണ്. എല്ലാ മേഖലയും കൈയടക്കാണ്. നിങ്ങളുടെ മേഖലയിൽ ഇപ്പൊ കൈയടക്കും. നിങ്ങളുടെ മേഖലയിൽ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ വരാൻ തുടങ്ങുമ്പോൾ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു. ഇപ്പൊ പത്രങ്ങളൊക്കെ തന്നെ ലേശം കുറഞ്ഞു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ അറവു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയ്സൺ പുല്ലാളൂർ വിഷയാവതരണം നടത്തി. വൈസ് പ്രസിഡന്റ് MV പ്രസാദ്, ജോയിന്റ് സെക്രട്ടറി സുബൈർ സുർമ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് അസൻ മുഹമ്മദ് ഹാജി, K ഹരിദാസ്, V മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധി സമ്മേളനം നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലമ്പുഴ ഉദ്യാനത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനും തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നീക്കത്തിൽ ഇടപെടാനും ആവശ്യപ്പെട്ട് ഉദ്യാനത്തിലെ HR തൊഴിലാളികൾ പ്രതിപക്ഷ നേതാവിന് നിവേദനം നൽകി. രാഷ്ട്രീയ വിരോധത്തിൽ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നീക്കം അപലപനീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രശ്നങ്ങൾക്കുടൻ പരിഹാരം കണ്ടെത്താമെന്ന് തൊഴിലാളികൾക്ക് അദ്ദേഹം ഉറപ്പു നൽകി. മലമ്പുഴ ഉദ്യാനത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാനും തൊഴിലാളികളെ പിരിച്ചുവിടാനുമുള്ള നീക്കത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് ഉദ്യാനത്തിലെ HR തൊഴിലാളികൾ പ്രതിപക്ഷ നേതാവിന് നിവേദനം നൽകിയത്. 60 വയസ്സ് കഴിഞ്ഞ HR തൊഴിലാളികളെ പിരിച്ചുവിടുന്ന നടപടി പിൻവലിക്കാനും PF, ESI തുടങ്ങിയ ആനുകൂല്യങ്ങൾ നടപ്പാക്കി കിട്ടാനും മിനിമം കൂലി 750 രൂപയാക്കാനായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു തൊഴിലാളികൾ സമീപിച്ചത്. രാഷ്ട്രീയ വിരോധത്തിൽ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നീക്കം അപലപനീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടെത്താമെന്ന് അദ്ദേഹം തൊഴിലാളികൾക്ക് ഉറപ്പു നൽകി. VD സതീശനൊപ്പം KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, കോയക്കുട്ടി, ഷിജു, സജീവൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി പനങ്ങാട്ടുകര കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. രാവിലെ ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് ശ്രീകോവിലിൻ്റേതുൾപ്പെടെ പൂട്ട് തകർത്തതായി ആദ്യം കണ്ടത്. 2 ഭണ്ഡാരങ്ങളും ക്യാഷ് കൗണ്ടറും തകർത്തിട്ടുണ്ട്. തിടപ്പള്ളിയിൽ പേഴ്സിൽ സൂക്ഷിച്ച ചെറിയ തുകയും ഭണ്ഡാരത്തിലുള്ള ചെറിയ തുകയും മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ക്ഷേത്രത്തിലെ ക്യാഷ് കൗണ്ടറിലുണ്ടായിരുന്ന 16,000-ഓളം രൂപ ജീവനക്കാർ കയ്യിൽ കരുതിയതിനാൽ അത് നഷ്ടപ്പെട്ടില്ല. മോഷണത്തിന് ശേഷം വന്ന വഴികളിലെല്ലാം മോഷ്ടാക്കൾ മുളകുപൊടി വിതറിയിട്ടുണ്ട്. 4 ഓടുകളും തിടപ്പള്ളിയുടെ ഒരു പലകയും ഇളകിയ നിലയിലാണ്. രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ മേൽശാന്തിയാണ് ശ്രീകോവിലിന്റെ ഉൾപ്പെടെ പൂട്ട് തകർത്തതായി ആദ്യം കണ്ടത്. ഇവിടെ കഴിഞ്ഞ രാത്രിയിൽ മോഷണം നടന്നതായിട്ടാണ് ഇന്ന് ക്ഷേത്രം തുറന്ന മേൽശാന്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന അവസ്ഥയിലാണ്. ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ഒരു 16,000-ഓളം രൂപ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അത് ക്ഷേത്രം ജീവനക്കാർ വീട്ടിലേക്ക് കൊണ്ടുപോയതിനാൽ വലിയ കാര്യമായിട്ടുള്ള ധനനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. തിടപ്പള്ളിയുടെ ഓടിളക്കിയിട്ടോ തിടപ്പള്ളിയുടെ പട്ടിക ഇളക്കിയിട്ടോ ആണ് കള്ളന്മാർ അകത്ത് കടന്നിട്ടുള്ളതെന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിലെ കടന്ന പ്രദേശത്ത് ഇവർ മുളകുപൊടി ഒക്കെ എറിഞ്ഞതായിട്ട് കാണാൻ സാധിച്ചു. കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ നഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള നിഗമനം. 2 ഭണ്ഡാരങ്ങളും ക്യാഷ് കൗണ്ടറും തകർത്ത നിലയിലായിരുന്നു. വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വടക്കാഞ്ചേരി പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി. ഫിംഗർ പ്രിന്റ് വിദഗ്ധരുൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയാലേ മോഷ്ടാക്കളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി എത്തിച്ച 17 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരൻ ചാലക്കുടിയിൽ പിടിയിൽ. പശ്ചിമബംഗാൾ മുർഷിദാബാദ് കാശി ഷാഹ സ്വദേശി അജീബുർ ഷെയ്ഖിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വിശാഖപട്ടണത്ത് നിന്ന് ട്രെയിൻ മാർഗം ചാലക്കുടിയിലേക്ക് കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത്. ചാലക്കുടി പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സേനയും ചാലക്കുടി ക്രൈം സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് ഇയാൾ പിടിയിലായത്. ഇയാളിൽ നിന്ന് 2 ബാഗുകളിൽ 8 പ്ലാസ്റ്റിക് കവറുകളിലായി പൊതിഞ്ഞ് ഭദ്രമായി സൂക്ഷിച്ചിരുന്ന 17 കിലോ കഞ്ചാവാണ് പോലീസ് പിടിച്ചെടുത്തത്. പിടിയിലായ യുവാവ് മുൻപ് അങ്കമാലി ഭാഗത്തെ കറിമസാല നിർമ്മാണ കേന്ദ്രത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയ ഇയാൾ ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് വാങ്ങി ആവശ്യക്കാർക്ക് എത്തിക്കുന്ന കണ്ണിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ആവശ്യക്കാരെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് വരുത്തിയാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്.
ജില്ലാ പോലീസിന്റെ മഴക്കാല പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. മഴക്കാല പരിശോധനയുടെ ഭാഗമായി സ്കൂളുകൾ, കോളേജുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം നടത്തുന്ന നിരീക്ഷണം വരും ദിവസങ്ങളിലും ശക്തമാക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിലെ വിദ്യാഭ്യാസം ഇന്ത്യക്ക് മാതൃകയെന്ന് ആവർത്തിച്ച് മന്ത്രി എം ബി രാജേഷ്. ഒറ്റപ്പാലത്ത് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ വിജയോത്സവം 2024 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ താഴ്ത്തിക്കെട്ടാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കേരളത്തിലെ വിദ്യാഭ്യാസം ഇന്ത്യക്ക് മാതൃകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇക്കാര്യം വ്യക്തമാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അപ്പം നിങ്ങൾ വിചാരിക്കും അന്നും നമ്മൾ ഒന്നാമതാണ്, ഇപ്പോൾ ഒന്നാം സ്ഥാനം നിലനിർത്തുകയല്ലേ ചെയ്തത്, വെറുതെ നിലനിർത്തുകയല്ല ചെയ്തത്. അന്ന് കേരളത്തിന് 69 മാർക്കാണ് കിട്ടിയത് എങ്കിൽ 6 കൊല്ലം കൊണ്ട്, ഈ 6 കൊല്ലത്തിനിടയിൽ കോവിഡ് ഉണ്ടായി, അതിൻ്റെ വലിയ നഷ്ടങ്ങളുണ്ടായി, 2 പ്രളയങ്ങളുണ്ടായി, അതിൻ്റെ കഷ്ടനഷ്ടങ്ങളുണ്ടായി, പിന്നെ ഇത് രണ്ടുമല്ലാതെ കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ച സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ട്, അതിൻ്റെ വെല്ലുവിളികളുണ്ടായി. ഇതെല്ലാം ഉണ്ടായിട്ടും 6 വർഷം കൊണ്ട് നല്ല മിടുക്കനായ ഒരു കുട്ടിയെപ്പോലെ, നിങ്ങൾ എല്ലാവരെയും പോലെ കേരളം 10 മാർക്ക് കൂടുതൽ നേടി 79 മാർക്കോടുകൂടിയാണ് ഇത്തവണ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയെ 1ാം റാങ്ക് നിലനിർത്തിയത് എന്നതാണ് ഏറ്റവും സന്തോഷകരവും അഭിമാനകരവുമായ കാര്യം. ഒറ്റപ്പാലം സംഗമം ഓഡിറ്റോറിയത്തിലാണ് വിജയോത്സവം സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ സ്വാഗതം പറഞ്ഞു. വിദ്യാർത്ഥികൾക്കുള്ള നിക്ഷേപ പദ്ധതിയായ പൂത്തിരിയുടെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി നിർവഹിച്ചു. ഡോക്ടർ M രാമനുണ്ണി പദ്ധതി പരിചയപ്പെടുത്തി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ സുരേഷ്, ബാങ്ക് മുൻ ചെയർമാൻ പ്രൊഫസർ കെ ശിവരാമൻ, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ, അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ, ബാങ്ക് വൈസ് ചെയർമാൻ KN ശിവദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃത്താല മണ്ഡലത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ വെള്ളിയാങ്കലിൽ മറ്റൊരു ടൂറിസം പദ്ധതിക്ക് കൂടി സർക്കാരിൻ്റെ അനുമതി. വെള്ളിയാങ്കല് പാഞ്ചേരിപ്പറമ്പ് ടൂറിസം പദ്ധതിക്കാണ് 3.95 കോടിയുടെ ഭരണാനുമതി ലഭിച്ചത്. തൃത്താല MLA കൂടിയായ മന്ത്രി എം ബി രാജേഷിൻ്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ തയ്യാറാക്കിയ പദ്ധതിക്കാണ് അനുമതിയായത്. തൃത്താലയിൽ ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ജലവകുപ്പിന്റെ ഉടമസ്ഥയിലുള്ള ചാഞ്ചേരിപ്പറമ്പിലാണ് 3.95 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് പുതിയ പദ്ധതി വരുന്നത്. മന്ത്രി എം ബി രാജേഷിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ തയ്യാറാക്കിയ പദ്ധതിക്കാണ് ഇപ്പോൾ അനുമതിയായിരിക്കുന്നത്. സൈക്കിൾ ട്രാക്ക്, കുട്ടികളുടെ പാർക്ക്, വാക്ക്വേ, സ്കേറ്റിംഗ് റിംഗ്, റെസ്റ്റോറൻറ്റ്, ഫുഡ് കിയോസ്കുകൾ, കയാക്കിംഗ് മുതലായവ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ഭാഗമായി നിർമ്മിക്കും. ഓഗസ്റ്റ് ആദ്യവാരം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വെള്ളിയാങ്കലിലെ ജലവിഭവ വകുപ്പിൻ്റെ ഉടമസ്ഥയിലുള്ള ഭൂമി പദ്ധതി നടത്തിപ്പിനായി പ്രത്യേക അനുമതി നേടിയാണ് ഈ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ പെരിഞ്ഞനത്ത് ബൈക്കിന്റെ ചക്രത്തിൽ സാരി കുടുങ്ങിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മതിലകം കളരിപ്പറമ്പ് സ്വദേശി സുനിലിന്റെ ഭാര്യ 55 വയസ്സുള്ള നളിനിയാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പെരിഞ്ഞനം കപ്പയിളക്കടുത്ത് ദേശീയപാതയിലായിരുന്നു അപകടം. മകനോടൊപ്പം ബൈക്കിൽ പോകവെ പിന്നിൽ ഇരുന്നിരുന്ന നളിനിയുടെ സാരി ബൈക്കിന്റെ ചക്രത്തിൽ ചുറ്റിയാണ് അപകടമുണ്ടായത്. റോഡിലേക്ക് തെറിച്ചുവീണ ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ചികിത്സയിലിരിക്കെ ഞായറാഴ്ച ഉച്ചയോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ കൊട്ടക്കുന്നിൽ ഡിവൈഎഫ്ഐ അനുമോദന സദസ്സും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. നല്ല നിലയിൽ തന്നെ അതിന് പ്രോത്സാഹനവുമായി ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനവും ഇവിടെ അതിന് വലിയ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ നിരവധിയായ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ മേഖലാ കമ്മിറ്റി കീഴിൽ, ബ്ലോക്ക് കമ്മിറ്റി കീഴിൽ, ജില്ലാ കമ്മിറ്റി കീഴിൽ തന്നെ നടന്നു വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ അടുത്തായിട്ടാണ് നമ്മുടെ ഷൊർണൂരിലെ ഒരു ചെറുപ്പക്കാരൻ അപൂർവ രോഗമാണ് ബാധിച്ചത്. മേഖലാ പ്രസിഡന്റ് അജിത് രാജ് അധ്യക്ഷത വഹിച്ചു. ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും SSLC, +2, LSS വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. മാധ്യമപ്രവർത്തകൻ KP മൊയ്തീൻകുട്ടിയെ ഉപഹാരം നൽകി ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അബ്ദുൾ മുത്തലി, പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, K സൈതലവി, CPM ലോക്കൽ സെക്രട്ടറി TR ശശി, DYFI മേഖലാ സെക്രട്ടറി AV അർജുൻ, SFI ജില്ലാ കമ്മിറ്റി അംഗം മുസ്തഫ, വിപിൻ കുമാർ, അനീഷ്, ഹക്കീം, ഷബീർ അലി,
അൻഷാദ്, സുഭാഷ്, ഫഹദ്, ബൾക്കീസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സമഗ്രമായ കാർഷിക പാക്കേജും പ്രോപ്പർ കോമ്പൻസേഷനും നടപ്പാക്കിയാൽ കർഷക ആത്മഹത്യയ്ക്ക് അറുതി വരുത്താനാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്ത മലമ്പുഴ ആനക്കൽ വിജയന്റെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്ത മലമ്പുഴ ആനക്കൽ വിജയന്റെ വീടാണ് പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചത്. തുടർന്ന് അദ്ദേഹം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. സമഗ്രമായ കാർഷിക പാക്കേജും പ്രോപ്പർ കോമ്പൻസേഷനും നടപ്പാക്കിയാൽ കർഷക ആത്മഹത്യയ്ക്ക് അറുതി വരുത്താമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കർഷകന്റെ വിളയുടെ പണമിട്ടാണ് പന്താടുന്നത്. ഇങ്ങനെ തുടർന്നാൽ ആത്മഹത്യ അല്ലാതെ കർഷകർക്ക് വേറെ വഴിയില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അതായത് ഈ മന്ത്രി പറഞ്ഞത് നിങ്ങളിങ്ങനെ ആത്മഹത്യ എന്ന് പറയല്ലാതെ അങ്ങനെ ഒരു ട്രെൻഡാവും എന്ന് പറഞ്ഞു. പക്ഷെ ആത്മഹത്യ അല്ലാതാവും. വേറെ കാരണം കൊണ്ടല്ലല്ലോ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സമഗ്രമായ ഒരു കാർഷിക പാക്കേജ്, അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഇൻഷുറൻസ്. ഈ വിള ഇൻഷുറൻസിൻ്റെ ഈ കുടിശ്ശിക കൊടുക്കാനുള്ളത് കോടികളാണ്. 51 കോടി രൂപയാണ് വിള ഇൻഷുറൻസിൻ്റെ കുടിശ്ശിക കൊടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് 6 ലക്ഷം രൂപയുടെ ആകെ കൊടുത്തത്. 51 കോടി കൊടുക്കാനുള്ളടുത്ത് 6 ലക്ഷം രൂപ, 662 കൊടുത്തത്. ഇതൊക്കെ നമ്മൾ മുഴുവൻ കാര്യങ്ങളും നമ്മൾ നിയമസഭയ്ക്കകത്തും നമ്മളെ പുറത്തും ശക്തമായിട്ട് ചെലുന്നുണ്ട്. ചെറിയ വിഷയങ്ങൾ വരെ കൊണ്ടുവരുന്നുണ്ട്. വി.ഡി. സതീശനൊപ്പം DCC പ്രസിഡന്റ് തങ്കപ്പൻ, UDF കൺവീനർ പി. ബാലഗോപാലൻ, സുമേഷ് അച്യുതൻ, സി. ചന്ദ്രൻ, കോയക്കുട്ടി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റൈസ് ആൻഡ് ക്രൈവ് ക്യാമ്പയിൻ്റെ ഭാഗമായി മണ്ണൂരിൽ വനിതാ ലീഗ് കൺവെൻഷൻ നടന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി റഫീഖ പാറക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ലോക്സഭയിൽ മോദി ഭരിക്കുന്ന ആ 2 ടേം കഴിഞ്ഞപ്പോൾ ഒരുപാട് നമ്മുടെ സമുദായത്തിനും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനി തിരിച്ചു വരട്ടെ എന്നുള്ള നിലക്ക് തന്നെയാണ് നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചത്. അങ്ങനെ ഇറങ്ങി പ്രവർത്തിച്ചാൽ അതിൻ്റെ പ്രതിഫലം കാണുമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മളെ ആശിച്ച പോലെ നമ്മുടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നില്ലെങ്കിലും വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CH ഹസീന അധ്യക്ഷത വഹിച്ചു. കോങ്ങാട് മണ്ഡലം സെക്രട്ടറി റജുല ടീച്ചർ വിഷയം അവതരിപ്പിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ VM അൻവർ സാദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. KM അബ്ദുൽ ഹക്കീം, KP മുനീർ, ബിൻസി അഫ്സൽ, സലീന, മുംതാസ്, നൌഫത്ത്, ഹസീന, S ഷബിത, VA റുബീന എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സംസ്ഥാന അബാക്കസ് പരീക്ഷയിൽ മണ്ണൂർ പഞ്ചായത്തിലെ 20-ലേറെ വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് നയിച്ച അധ്യാപികയ്ക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ആദരം. സംസ്ഥാന തലത്തിൽ മാതൃകാ അധ്യാപികയ്ക്കുള്ള ബഹുമതി നേടിയ സജീന സലീമിനെയാണ് ആദരിച്ചത്. ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. തിരൂരിൽ നടന്ന 2500 വിദ്യാർത്ഥികൾ പങ്കെടുത്ത സംസ്ഥാന അബാക്കസ് പരീക്ഷയിൽ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 40 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഇതിൽ 23 പേർക്ക് 1, 2, 3 സ്ഥാനങ്ങൾ നേടിക്കൊടുക്കുകയും സംസ്ഥാനത്ത് തന്നെ മാതൃകാ അധ്യാപികയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത സജീന സലീമിനെയാണ് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. ആദരിക്കലും കുട്ടികളെ അനുമോദിക്കലും മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. അതായത് 8 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഈ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട് പറയുകയാണ് ചോദിച്ചു, പറയുകയല്ല എഴുതുകയാണെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അത്രയും കുട്ടികളെ കഴിവ്. അപ്പോൾ 2.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് നടത്തിയ കുട്ടികൾക്കാണ് ഫസ്റ്റ് റാങ്ക് ചാമ്പ്യന്മാരായിട്ടൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത്രയും കഴിവ് നേടിയത് നമ്മുടെ ഈ ടീച്ചറിന്റെ ഉത്തരവാദിത്തപരമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും കുട്ടികളെ മറ്റുള്ള വിദ്യാലയങ്ങളിൽ നിന്നൊക്കെ സ്റ്റേറ്റ് തലം മുമ്പ് എല്ലാ സ്കൂളുകളിൽ നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും വന്നിട്ടുണ്ടാവും. വാർഡ് മെമ്പർ ഷഫീന നജീബ് അധ്യക്ഷത വഹിച്ചു. അബാക്കസ് പരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയ അജ്ലാൻ, മൻപ്രീത് എന്നിവരെയും ഉന്നത മാർക്ക് നേടി വിജയിച്ചവരെയും ആദരിച്ചു. SJ നജീബ്, R സ്വപ്ന, N സലാം, KM മുഹമ്മദ് മുസദിഖ്, അലി, NM ഷെറീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. റിഫ ഫാത്തിമ സ്വാഗതവും ഷൈബാന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വർഷങ്ങൾക്ക് ശേഷം ഈഡിപ്പസ് ഗ്രീക്ക് നാടകത്തിന്റെ കഥകളി ആവിഷ്കാരം കലാമണ്ഡലം നിള ക്യാമ്പസിൽ അരങ്ങേറി. കഥകളി ആസ്വദിക്കാൻ ബെൽജിയത്തിൽ നിന്നുള്ള 17ഓളം അതിഥികളും എത്തിയിരുന്നു. കഥകളിയിലെ വസ്ത്രകുലപതി അപ്പുണ്ണിത്തരകന്റെ അന്തരിച്ച മകൻ ശങ്കരനാരായണൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത കഥയാണ് ഈഡിപ്പസ് രാജാവ്. ഈ കഥയാണ് കഥകളിയായി അരങ്ങിലെത്തിയത്. 20ഓളം പേർ അണിയറയിലും
അരങ്ങിലുമായി മാസങ്ങളോളമായി പരിശീലനം നടത്തുകയായിരുന്നു. ചിലവേറിയ കളിയായതിനാൽ അപൂർവമായി മാത്രമേ ഈഡിപ്പസ് അരങ്ങിലെത്താറുള്ളൂ. നിരവധി പേരാണ് കഥകളി കാണാനെത്തിയത്. ബെൽജിയത്തിൽ നിന്നുള്ള 17-അംഗ സംഘവും കളി കാണാൻ എത്തിയിരുന്നു. കഥകളി വളരെ ഇഷ്ടപ്പെട്ടതായി ബെൽജിയൻ സംഘം പറഞ്ഞു. ഈഡിപ്പസ് രാജാവായി കലാമണ്ഡലം കൃഷ്ണകുമാർ വേഷമിട്ടു. 3 മണിക്കൂർ ദൈർഘ്യമുള്ള കഥകളിയാണ് ഈഡിപ്പസ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU ഷൊർണൂർ ഡിവിഷൻ കമ്മിറ്റി അനുമോദന സദസ്സ് നടത്തി. ഷൊർണൂർ ഡിവിഷൻ കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന ജീവനക്കാരുടെ മക്കളിൽ SSLC, +2, ഡിഗ്രി, ITI പരീക്ഷകളിൽ വിജയിച്ചവരെയാണ് അനുമോദിച്ചത്. അനുമോദന ചടങ്ങ് CITU ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ തന്ത്രം വളരെ പ്രധാനപ്പെട്ട എല്ലാം കുത്തകകൾ എന്ന് പറയുന്ന ശതകോടീശ്വരന്മാരുടെ മാത്രം കൈകളിൽ എത്തിപ്പെടുക എന്നതാണ് 21-ാം നൂറ്റാണ്ടിൽ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, അങ്ങനെ അതെല്ലാം അവരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഉപയോഗിക്കാനുള്ള പാവപ്പെട്ട ജനങ്ങൾ വലിയ തുക കൊടുത്ത് അത് ഉപയോഗിക്കേണ്ടി വരികയും ഒരുപക്ഷെ അത് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലാഭക്കൊതിയന്മാരുടെ കൈകളിലേക്ക് അത് എത്തിയാൽ ഉണ്ടാകുന്ന അപകടം തിരിച്ചറിയുന്ന ഒരു സംഘടനയുടെ പേരാണ് KSEB വർക്കേഴ്സ് അസോസിയേഷൻ. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി C. ഉണ്ണികൃഷ്ണൻ, CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ് എന്നിവർ പ്രസംഗിച്ചു. അസോസിയേഷൻ ഡിവിഷൻ പ്രസിഡന്റ് MP ശ്രീരാഗ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി V. വിനോദ് സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം SA ഇലിയാസ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിച്ച സംഘടനാ പ്രവർത്തകരെ ആദരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ പഠനയാത്ര സംഘടിപ്പിച്ചു. നിലമ്പൂരിലേക്കായിരുന്നു യാത്ര. വായനശാല ഭാരവാഹികളും മെമ്പർമാരും പഠനയാത്രയിൽ പങ്കെടുത്തു. പഠനയാത്രയോടനുബന്ധിച്ച് നിലമ്പൂരിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നിലമ്പൂർ കനോലി പ്ലോട്ടിലെ ഫോറസ്റ്റ് വാച്ചർ K. ബാബു നാടിന്റെ പ്രാദേശിക ചരിത്രത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. കുന്തിപ്പുഴയുടെയും ചാലിയാർ പുഴയുടെയും സംഗമസ്ഥാനത്ത് ചാലിയാർ നേരിട്ട ദുരന്തമുഖങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. UP ബേസിക് സയൻസ് സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ അജോയ് മാസ്റ്റർ ക്ലാസ് നയിച്ചു. തേക്ക് മ്യൂസിയം, പൂമ്പാറ്റ ഗാർഡൻ, നക്ഷത്രവനം, ഹെർബൽ ഗാർഡൻ എന്നിവിടങ്ങളിൽ സംഘം സന്ദർശനം നടത്തി. വായനശാല പ്രസിഡന്റ് റിൻസി, വൈസ് പ്രസിഡന്റ് ആകർഷ്, എക്സിക്യൂട്ടീവ് അംഗം സുജിത, ലൈബ്രറിയൻ ചിത്ര, V. ത്രിപുരാജ്, ഗ്രീൻ ആർമി ലീഡർ KA അനാമിക എന്നിവർ നേതൃത്വം നൽകി. വായനശാലയിലെ പരിസ്ഥിതി ക്ലബ്ബായ ഗ്രീൻ ആർമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പഠനയാത്രയിൽ 40 പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2000-2001 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം വിദ്യാലയത്തിൽ നടന്നു. മുൻകാല അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. സമാഗമം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പഠനകാല ഓർമ്മകളുമായാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2000-2001 SSLC ബാച്ച് പഠിതാക്കൾ വീണ്ടും വിദ്യാലയത്തിൽ ഒത്തുചേർന്നത്. സൗഹൃദം എന്ന പേരിൽ നടന്ന സമാഗമത്തിൽ 12 ഡിവിഷനുകളിലായി പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. സമാഗമം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാനും ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കാനും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഗുണം ചെയ്യുമെന്ന് MLA അഭിപ്രായപ്പെട്ടു. സൈക്കോളജിക്കലി തന്നെ പറയുന്നത്, ശാസ്ത്രീയമായി പറയുന്നത്, നമുക്ക് നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടാവുമ്പോൾ നമ്മുടെ പഴയ മെമ്മറികളെ ബൂസ്റ്റ് ചെയ്യാനുള്ള ട്രിഗറിങ് ആയിട്ടുള്ള പല കാരണങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രായം കുറച്ചുകൂടെ കുറയും എന്നാണ്, കുറച്ചുകൂടെ എനർജറ്റിക് ആവുമെന്നാണ്. പഴയ ആളുകളൊക്കെ നമ്മൾക്ക് കാണാനും സംസാരിക്കാനും കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് സ്ട്രെസ്സുകളുണ്ട്, അതിനെ നമ്മൾ അറിയാതെ കുറയ്ക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ചടങ്ങിൽ പൂർവ്വകാല അധ്യാപകരെ ആദരിച്ചു. കൂടാതെ സ്കൂളിലെ ക്ലാസ് മുറികളിലേക്ക് ബാച്ച് നൽകിയ 12 സീലിംഗ് ഫാനുകളുടെ സമർപ്പണവും നടന്നു. ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. ഷിഹാബുദ്ദീൻ, വിനീത, VK സുജ,
ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സഹപാഠികളിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിനും അസുഖബാധിതരായവർക്ക് കഴിയുന്ന തരത്തിൽ കൈത്താങ്ങ് നൽകുക എന്നതുകൂടിയാണ് സംഗമത്തിൻ്റെ ലക്ഷ്യം. പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. വാണയംകുളത്ത് കേരള കർഷക സംഘം വില്ലേജ് കൺവെൻഷൻ നടന്നു. ശോഭന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലൊക്കെ ബദൽ നയം നേടിയെടുക്കാനുള്ള കർഷകരുടെ യോജിച്ച പോരാട്ടം നമ്മൾ എന്തുകൊണ്ടാണ് ഏറ്റെടുക്കണമെന്ന് പറയുന്നത്, നമ്മളെ സമരം നടന്ന പ്രക്ഷോഭങ്ങൾ നടന്ന സ്ഥലത്തൊക്കെ നമ്മൾക്ക് വേണ്ട തരത്തിലുള്ള വിജയം കർഷക പ്രസ്ഥാനത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം, കേരളത്തിലും എന്ത് വേണം, നമ്മളെ ഈ കർഷക പ്രസ്ഥാനങ്ങൾ, കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾ വിജയിച്ചു വരേണ്ടതുണ്ട്. ഇനി പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. എം വി വാമനൻ സ്വാഗതം പറഞ്ഞു. പി രാമൻകുട്ടി, കെ പി സുധീർ എന്നിവർ പ്രസംഗിച്ചു. അഖില ഭാരത നാരായണീയ മഹോത്സവത്തിന്റെ ഭാഗമായി ഷൊർണൂർ മേഖലയുടെ സാന്ദ്രാനന്ദം 2024 ഏകാഹ നാരായണീയ മഹോത്സവം നടന്നു. ഷൊർണൂർ സഭാമഠം ശിവക്ഷേത്ര ഹാളിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC ചെന്താമരാക്ഷൻ നിർവഹിച്ചു. ആരെല്ലാം ജപിക്കുന്നു, ആരെല്ലാം കേൾക്കുന്നു, ആരെല്ലാം കാണുന്നു, എല്ലാവരും അറിഞ്ഞിട്ട് വേണമെന്നില്ലല്ലോ. പല ആൾക്കാർക്ക് ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. കേട്ട് പഠിച്ചവരുണ്ടാവും, പഠിച്ച് മനസ്സിലാക്കിയവരുണ്ടാവും. ചില ആൾക്കാർ ഇതിലെ ഭാവങ്ങളും ശ്രുതിയൊക്കെ കേട്ട് മനസ്സിലാക്കിയവരുണ്ടാവും. അങ്ങനെ തന്നെയും അത് പഠിച്ചിട്ടുണ്ടാവുക. അപ്പം പഠിത്തം കഴിഞ്ഞത് ചൊല്ലുന്ന അവസരത്തിലാണ് ഇതിൻ്റെ വസ്തുത എന്താണെന്ന് അറിയുള്ളൂ. സമ്പൂർണ്ണ നാരായണീയ പാരായണം, തിരുവാതിരക്കളി, ശ്രീമദ് ഭഗവത്ഗീത പാരായണം, ഭക്തിപ്രഭാഷണം എന്നിവയാണ് സംഘടിപ്പിച്ചത്. ഉഷ ഉണ്ണിമേനോൻ സ്വാഗതം പറഞ്ഞു. ക്ഷേത്രം സെക്രട്ടറി N കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. VP രവീന്ദ്രൻ, വേണുഗോപാൽ ഗണയം, ഗോപിനാഥൻ നാമയൂർ എന്നിവർ സംസാരിച്ചു. വിവിധ നാരായണീയ സമിതികൾക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രശസ്ത അണിയറ ശില്പി നമ്പ്യാരത്ത് പുണ്യതരകൻ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനം ചെറുതുരുത്തി നിള ക്യാമ്പസിൽ മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. കേരള കലാമണ്ഡലവും മാങ്ങോട് മഞ്ജുതര കഥകളി സംഘവും സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സ്ത്രീകളുടെ പണികൾ കാണാപ്പണികളായി അവശേഷിക്കുന്നു. അത് സാമൂഹ്യമായ അംഗീകാരം നേടുന്ന കാര്യങ്ങളല്ല. അത് ഉത്സവം ചെയ്യുന്ന പ്രവർത്തികളാണ്. അടിച്ചുവാരലായാലും തുണിയലക്കലായാലും ഇതൊക്കെ ആവർത്തിച്ച് എല്ലാ ദിവസവും ചെയ്യുന്ന പ്രവർത്തികളാണ്. അതിന് മനുഷ്യാധ്വാനം നല്ല നിലയിൽ ചെലവാക്കമാണ്. പക്ഷെ അത് ചെയ്യുന്ന സന്ദർഭത്തിലല്ല, ചെയ്യാതിരിക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അത് ശ്രദ്ധിക്കപ്പെടുന്നത് എന്നത്. എല്ലാ ദിവസവും ചെയ്യുന്നതായതുകൊണ്ട് അത് ഒരു പണിയായി തന്നെ എണ്ണപ്പെടുന്നില്ല, അദൃശ്യമായി അവശേഷിക്കാം. കഥകളിക്ക് വസ്ത്രാലങ്കാരം ചെയ്യുന്ന പ്രശസ്ത അണിയറ ശില്പി നമ്പ്യാരത്ത് അമ്മുണിത്തരകന്റെ പുസ്തക പ്രകാശനവും അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങുമാണ് കലാമണ്ഡലം നിള ക്യാമ്പസിൽ സംഘടിപ്പിച്ചത്. കേരള കലാമണ്ഡലവും മാങ്ങോട് മഞ്ജുതര കഥകളി സംഘവും സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ അധ്യക്ഷനായി. പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി നമ്പ്യാരത്ത് അപ്പുണ്ണി തരകനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രശസ്ത എഴുത്തുകാരി കവിയുമായ VM ഗിരിജയ്ക്ക് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു. കലാമണ്ഡലം മുൻ അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ CM നീലകണ്ഠൻ, പീതാംബരൻ, ഡോക്ടർ A വിനി, ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. LDF-ൽ അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ്കുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് RJD പറഞ്ഞ തിരുത്തലുകൾക്ക് മുന്നണി തയ്യാറായിട്ടില്ല. പാർട്ടിയിൽ നേതൃമാറ്റം സംബന്ധിച്ച ചർച്ച നടക്കുമെന്നും ശ്രേയാംസ്കുമാർ. തൃശൂർ മേയർ MK വർഗീസിനെ ബഹിഷ്കരിച്ച് CPI. കോർപ്പറേഷന്റെ വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങിൽ നിന്ന് P ബാലചന്ദ്രൻ MLA-യും 4 CPI കൗൺസിലർമാരും വിട്ടുനിന്നു. CPI നേതാക്കൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നറിയില്ലെന്നും പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നതെന്നും MK വർഗീസ്. മൾട്ടിനാഷണൽ കമ്പനികളുടെ കടന്നുകയറ്റം എല്ലാ മേഖലകൾക്കും ഭീഷണിയെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. രാജ്യത്ത് ഭൂമി മുഴുവൻ കോർപ്പറേറ്റുകൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി. പാലക്കാട്ട് സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. കേരളത്തിലെ വിദ്യാഭ്യാസം ഇന്ത്യക്ക് മാതൃകയെന്ന് ആവർത്തിച്ച് മന്ത്രി MB രാജേഷ്. നാടിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തെ താഴ്ത്തിക്കെട്ടാൻ
ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്ന ശ്രമം നിർഭാഗ്യകരമെന്നും മന്ത്രി. ഒറ്റപ്പാലത്ത് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ വിജയോത്സവം 2024. മലമ്പുഴ ഉദ്യാനത്തിലെ HR തൊഴിലാളികളെ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ പിരിച്ചുവിടാനുള്ള നീക്കം അപലപനീയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉദ്യാനത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാനും തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നീക്കത്തിൽ ഇടപെടാനും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പ്രതിപക്ഷ നേതാവിന് നിവേദനം നൽകി. പ്രശ്നങ്ങൾക്കുടൻ പരിഹാരം കണ്ടെത്താമെന്ന് തൊഴിലാളികൾക്ക് VD സതീശന്റെ ഉറപ്പ്. തൃത്താല മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ വെള്ളിയാങ്കലിൽ മറ്റൊരു ടൂറിസം വികസന പദ്ധതിക്ക് കൂടി ഭരണാനുമതി. വെള്ളിയാങ്കല് പാഞ്ചേരിപ്പറമ്പിൽ നടപ്പാക്കുക 4 കോടിയുടെ പദ്ധതി തയ്യാറാക്കിയത് തൃത്താല MLA കൂടിയായ മന്ത്രി MP രാജേഷിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.